അസ്സലാമു അലൈക്കും. ബിസ്മില്ല സ്വലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസാബി അജ്മഈൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരിഖുൽ ഇസ്ലാം, അതിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ പാഠം നോക്കിയതിന് ശേഷം ആ പാഠത്തിലുള്ള തദ്രീബാത്ത് വർക്കുകളും നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം. ഉസുവത്തുൻ ഹസന. പ്രവാചക ചരിത്രത്തോളം വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു ചരിത്രം വേറെയില്ല. വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടേതുമായ ധാരാളം ചരിത്രങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം പ്രവാചക ചരിത്രത്തേക്കാൾ വളരെ ചെറുതാണ്. ലക്ഷക്കണക്കിന് പേജുകളും നൂറുകണക്കിന് വാള്യങ്ങളുമുള്ള ഒരു മഹാപ്രപഞ്ചമാണ് പ്രവാചക ചരിത്രം. ആദ്യത്തെ പാരഗ്രാഫ് തന്നെ കൂട്ടുകാർക്ക് എന്താ മനസ്സിലായി? ഈ പാഠത്തിൽ നമ്മൾ പ്രവാചക ചരിത്രത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ലോകത്ത് ലഭ്യമായ ചരിത്രങ്ങളെല്ലാം വ്യക്തികളുടേതായാലും രാജ്യങ്ങളുടെയോ മറ്റോ ആയാലും നബി ചരിത്രത്തോളം സൂക്ഷ്മതയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സംസാരിച്ചു, നടന്നു, കിടന്നു, ഇരുന്നു, കുടിച്ചു, കുളിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ചരിത്രം കൃത്യമായ രേഖകളോടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിനെ മറ്റെല്ലാ ചരിത്രങ്ങളിൽ നിന്നും വ്യതിരക്തമാക്കുന്നു, അതായത് വ്യത്യസ്തമാക്കുന്നു എന്നാണ്. സംഭവങ്ങൾക്ക് സാക്ഷികളായ സത്യസന്ധരായ സ്വഹാബികളിൽ നിന്ന് സത്യസന്ധരായ ആളുകളിലൂടെ പരമ്പര മുറിയാതെ നമ്മുടെ കൈകളിലെത്തിയതാണ് ആ ചരിത്രം. അപ്പോൾ പ്രവാചക ചരിത്രം നമ്മുടെ കൈകളിൽ എങ്ങനെയാണ് എത്തിയിരിക്കുന്നത് എന്ന് ഈ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് സാധാരണ ചരിത്രം പഠിക്കുന്നത് പോലെ കേവലം ചരിത്ര സംഭവങ്ങൾ അറിയാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണത്. അവിടുന്ന് സത്യപ്രവാചകനാണെന്നും കേവലം ഒരു മഹാവ്യക്തി മാത്രമായിരുന്നില്ലെന്നും തിരിച്ചറിയാൻ അതിലൂടെ കഴിയും. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഉദാത്ത മാതൃകയാണ് പ്രവാചക ജീവിതം. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉത്തമ മാതൃക അവിടെയുണ്ട്. ഭരണാധിപനും പ്രജയ്ക്കും അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രബോധകനും പ്രബോധിതർക്കും കൃഷിക്കാരനും കച്ചവടക്കാരനും ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ നബി ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ. ഇഹപര വിജയം നേടാൻ നബി ചരിത്രം പഠിക്കണം. അതിനാവശ്യമായതെല്ലാം അവിടെ കാണാം. ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാനും നബി ചരിത്രം പഠിച്ചേ തീരൂ. കൂട്ടുകാർക്ക് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത പാരഗ്രാഫ് നോക്കൂ. വിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീറുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ, സീറകൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇവയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ വിശകലനങ്ങൾ എന്നിവയാണ് നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. അപ്പോൾ ഈ പാഠം വായിച്ചതിലൂടെ കൂട്ടുകാർക്ക് ഒരുപാട് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരുപാട് വേർഡുകളൊക്കെ നമുക്ക് പാഠത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ കൂട്ടുകാർ നന്നായി പാഠം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ തദ്രീബാത്ത് വർക്കുകൾ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതുക. 1. വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ പഠിക്കണം. എന്ത്? ഉത്തരം നബി ചരിത്രം. രണ്ടാമത്തെ ചോദ്യം, കാന ഖുലുഖുൽ ഖുർആൻ. ആര് പറഞ്ഞു? പാഠം വായിച്ചപ്പോൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ആരാണ് പറഞ്ഞത്? ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ. 3. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർക്ക് ഉത്തമ മാതൃകയുണ്ട്. എവിടെ?
ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. 4. ഏറ്റവും വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ചരിത്രമേത്? ഉത്തരം പ്രവാചക ചരിത്രം. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. രണ്ടാമത്തെ പ്രവർത്തനം നക്തുബ് ഫിക്ര, അതായത് ഓരോ ഖണ്ഡിക തയ്യാറാക്കുക. ഖണ്ഡിക എഴുതുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ഒരു പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. നബി ചരിത്രവും മറ്റു ചരിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പ്രവാചക ചരിത്രത്തോളം വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു ചരിത്രം വേറെയില്ല. വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടേതുമായ ധാരാളം ചരിത്രങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം പ്രവാചക ചരിത്രത്തേക്കാൾ വളരെ ചെറുതാണ്. ലക്ഷക്കണക്കിന് പേജുകളും നൂറുകണക്കിന് വാള്യങ്ങളുമുള്ള ഒരു മഹാപ്രപഞ്ചമാണ് പ്രവാചക ചരിത്രം. ലോകത്ത് ലഭ്യമായ ചരിത്രങ്ങളെല്ലാം വ്യക്തികളുടേതായാലും രാജ്യങ്ങളുടേതോ ആയാലും നബി ചരിത്രത്തോളം സൂക്ഷ്മതയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സംസാരിച്ചു, നടന്നു, കിടന്നു, ഇരുന്നു, കുടിച്ചു, കളിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ചരിത്രം കൃത്യമായ രേഖകളോടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിനെ മറ്റെല്ലാ ചരിത്രങ്ങളിൽ നിന്നും വ്യതിരക്തമാക്കുന്നു. സംഭവങ്ങൾക്ക് സാക്ഷികളായ സത്യസന്ധരായ സ്വഹാബികളിൽ നിന്ന് സത്യസന്ധരായ ആളുകളിലൂടെ പരമ്പര മുറിയാതെ നമ്മുടെ കൈകളിലെത്തിയതാണ് ആ ചരിത്രം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതേണ്ടത്. അതിൽ ഈ ഒരു പാരഗ്രാഫ് മാത്രമേ കുറച്ച് വലുതായിട്ട് നമുക്ക് ഉത്തരം എഴുതാറുള്ളൂ. ബാക്കി 2 പാരഗ്രാഫും നല്ല ചെറുതായിട്ടാണുള്ളത്. ഇനി രണ്ടാമത്തെ നോക്കൂ. നബി ചരിത്രം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് സാധാരണ ചരിത്രം പഠിക്കുന്നത് പോലെ കേവലം ചരിത്ര സംഭവങ്ങൾ അറിയാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണത്. അവിടുന്ന് സത്യപ്രവാചകനാണെന്നും കേവലം ഒരു മഹാവ്യക്തി മാത്രമായിരുന്നില്ലെന്നും തിരിച്ചറിയാൻ അതിലൂടെ കഴിയും. ഫിക്ര, അതിൽ 3-ാമത്തത് നോക്കൂ. നബി ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ. ഉത്തരം: വിശുദ്ധ ഖുർആൻ, അതിന്റെ തഫ്സീറുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ, സീറകൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇവയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ വിശകലനങ്ങൾ എന്നിവയാണ് നബി ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ. അടുത്ത 3-ാമത്തെ പ്രവർത്തനം നുതർജിം, അതായത് തർജിമ ചെയ്യുക. 1. കാന ഖുലുഖുൽ ഖുർആൻ, അതിന്റെ അർത്ഥമാണ്, അതിന്റെ സാരമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം അതിന്റെ ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഇനി നുതർജിം, അതിൽ 2-ാമത്തത് നോക്കൂ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഇതിലെ 4-ാമത്തെ പ്രവർത്തനം തഹ്സീസ്. 1. നബി ചരിത്രത്തിന്റെ മഹത്വവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസമൊക്കെ തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർ ഒരു പേജ് 1.5 പേജ് വരുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നബി ചരിത്രത്തിന്റെ മഹത്വവും പ്രാധാന്യവും ഹെഡിങ് കൊടുക്കുക. പ്രവാചക ചരിത്രത്തോളം വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു ചരിത്രം വേറെയില്ല. വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടേതുമായ ധാരാളം ചരിത്രങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം പ്രവാചക ചരിത്രങ്ങളെക്കാൾ വളരെ ചെറുതാണ്. ലക്ഷക്കണക്കിന് പേജുകളും നൂറുകണക്കിന് വാള്യങ്ങളുമുള്ള ഒരു മഹാപ്രപഞ്ചമാണ് പ്രവാചക ചരിത്രം. ലോകത്ത് ലഭ്യമായ ചരിത്രങ്ങൾ ഒന്നും തന്നെ നബി ചരിത്രത്തോളം സൂക്ഷ്മതയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നബി ചരിത്രത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കൃത്യമായ രേഖകളോടെ ക്രോഡീകരിക്കപ്പെടുകയും സംഭവങ്ങൾക്ക് സാക്ഷികളായ സത്യസന്ധരായ സ്വഹാബികളിൽ നിന്ന് സത്യസന്ധരായ ആളുകളിലൂടെ നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നതുമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർക്ക് ഉദാത്ത മാതൃകയാണ് പ്രവാചക ജീവിതം. ഖുർആൻ ശരിയായി ഗ്രഹിക്കാനും ഇഹപര വിജയം നേടാനും ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാനും നബി ചരിത്രം പഠിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂട്ടുകാർക്ക് താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.